തൃക്കളത്തൂർ ശ്രീരാമസ്വാമി ക്ഷേത്രം മധ്യ കേരളത്തിന്റെ വിശ്വാസ സമൂഹത്തെ ചേർത്ത് നിർത്തുന്ന ക്ഷേത്രമാണെന്ന് മുൻ ഗോവ ഗവർണർ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള. ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അരയാൽ ആര്യവേപ്പ് മംഗല്യം കൊണ്ട് പ്രസിദ്ധവും മധ്യ കേരളത്തിലെ അതിപുരാതനവുമായ തൃക്കളത്തൂർ ശ്രീരാമസ്വാമി ക്ഷേത്ര ശ്രീകോവിൽ പുനരുദ്ധാരണത്തിന് തുടക്കമായി. മുൻ ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള പുനരുദ്ധാരണം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ വൈദിക ചിന്ത, ആ വൈദിക ചിന്തയെയും തന്ത്രവിദ്യയെയും രണ്ടിനെയും ഒരുപോലെ പ്രാധാന്യം നൽകി ഈ ക്ഷേത്രത്തിൻ്റെ ഒരു സവിശേഷതയായി എൻ്റെ മുമ്പിൽ ഇതിൻ്റെ സംഘാടകർ അവതരിപ്പിച്ചപ്പോൾ ഞാൻ തന്നെ കുറച്ച് അത്ഭുതപ്പെട്ടു പോയി. കാരണം കാലത്തിൻ്റെ ഗതിപ്രവാഹത്തിൽ ക്ഷേത്രസങ്കല്പം, താന്ത്രികം അല്ലെങ്കിൽ മാന്ത്രികം, മന്ത്രങ്ങൾ തുടങ്ങിയുള്ള കാര്യങ്ങളെക്കുറിച്ച്, അതിൻ്റെ രൂപപരിണാമങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോഴാണ് ഒരു അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ട്, കുന്നും കുഴിയും അതിൽ കാണാനായിട്ട് സാധിക്കും. ഇതിപ്പോൾ കലിയുഗമാണ്. കലിയുഗത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം ക്ഷേത്രങ്ങൾക്കും അതോട് ബന്ധപ്പെട്ട പൂജാവിധികൾക്കും താന്ത്രികമായ കർമ്മങ്ങൾക്കുമെല്ലാം നൽകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. അതൊരു നല്ല കാര്യമെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ വൈദിക ചിന്തയുടെ താന്ത്രികമായ ആവിഷ്കരണമല്ലേ യഥാർത്ഥത്തിൽ എന്നുള്ള ഒരു ചോദ്യചിഹ്നം എൻ്റെ മനസ്സിൽ പലപ്പോഴും വരാറുണ്ട്. ഇവിടെ എത്തിയപ്പോഴാണ് ഇവിടെ നമ്മുടെ വൈദിക കാലഘട്ടം നമ്മുടെ ഏറ്റവും സുവർണ കാലഘട്ടമായിരുന്നു. അഗസ്ത്യ മഹർഷി പ്രതിഷ്ഠിച്ചതെന്നും തപസ് അനുഷ്ഠിച്ചതെന്നും വിശ്വസിക്കുന്ന ക്ഷേത്രത്തിന്റെ 48 വിസ്തൃതിയിലുള്ള വട്ടശ്രീകോവിലാണ് നവീകരിക്കുന്നത്. മരത്തിൽ നിർമ്മിച്ച് ചെമ്പോല പൊതിയുന്ന നിർമ്മാണം 3 വർഷം നീണ്ടുനിൽക്കും. 3 കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. മധ്യ കേരളത്തിലെ വിശ്വാസ സമൂഹത്തെ ഒന്നായി ചേർത്ത് നിർത്തിയ ക്ഷേത്രമാണ് തൃക്കളത്തൂർ ശ്രീരാമസ്വാമി ക്ഷേത്രമെന്ന് PS ശ്രീധരൻപിള്ള പറഞ്ഞു. പെരുമ്പാവൂർ മൂവാറ്റുപുഴ MC റോഡിൽ മണ്ണൂർ കവലയിൽ നിന്നും 500 മീറ്റർ മാറിയാണ് ഹനുമാൻ പ്രതിഷ്ഠയോടുകൂടിയ ക്ഷേത്രമുള്ളത്. കാലപ്പഴക്കത്തിൽ ജീർണാവസ്ഥയിലായ ശ്രീകോവിൽ ദേവപ്രശ്ന വിധി പ്രകാരമാണ് നവീകരിക്കുന്നത്. പല്ലവ മാതൃകയിലുള്ള ശ്രീകോവിലിന്റെ അടിത്തറ മാറ്റാതെ തന്നെ കേരളീയ വാസ്തുശാസ്ത്രവും തച്ചുശാസ്ത്രവും അനുസരിച്ചാണ് പുനർനിർമ്മിക്കുന്നത്. ക്ഷേത്രത്തിൽ നടക്കുന്ന വാൽമീകി രാമായണ നവാഹയജ്ഞ സമർപ്പണവും ചടങ്ങിൽ നടന്നു. കാഞ്ചീപുരം ചന്ദ്രശേഖരേന്ദ്ര സരസ്വതി വിശ്വമഹാവിദ്യാലയം മുൻ വൈസ് ചാൻസലർ വാരണക്കോട്ട് മഠം VS വിഷ്ണുപോറ്റിയുടെ സാന്നിധ്യത്തിൽ പുനർനിർമ്മാണ ധനസമാഹരണ കൂപ്പൺ വിതരണത്തിന് തുടക്കമായി. ശിവശങ്കരൻ സാർ കുറ്റിക്കാട്ടിൽ ഒന്ന് മുമ്പത്തെ പെട്ടെന്ന് വരണം കേട്ടോ, സമയം ഒരുപാട് വെക്കുകയാണ്. TR കൃഷ്ണ വാര്യർ, പത്മം വാരസ്യ, ഗൗരി ടീച്ചർ, കൃഷ്ണവാര്യർ സ്ഥലത്തില്ല, പത്മം വാരസ്യ, ഗോപിനാഥൻ നായർ കൂടത്തിൽ പോയോ ചേട്ടൻ. ചടങ്ങിൽ ക്ഷേത്ര പ്രസിഡന്റ് R നീലകണ്ഠ വാര്യർ, സെക്രട്ടറി N വാസുദേവൻ നായർ, P ഹരിദാസ്, VS വിഷ്ണുപോറ്റി, ഗൗരി ശിവശങ്കരൻ, TR കൃഷ്ണവാര്യർ, G ശ്രീകുമാർ, പത്മം വാരസ്യാർ, ശബരിമല മുൻ മേൽശാന്തി AR രാമൻ നമ്പൂതിരി തുടങ്ങിയവർ പങ്കെടുത്തു. സുധി അപ്ഹോൾസ്റ്ററി വർക്ക്സ് മൂവാറ്റുപുഴ 50 വർഷത്തെ സേവന പാരമ്പര്യം. മൂവാറ്റുപുഴ വെള്ളൂർക്കുന്നം സിഗ്നലിനു സമീപം പ്രവർത്തിക്കുന്ന സുധി അപ്ഹോൾസ്റ്ററി വർക്ക്സ് നൽകുന്നത് മികവുള്ള സേവനം. നിങ്ങളുടെ ഏതു വാഹനത്തിന്റെയും അപ്ഹോൾസ്റ്ററി വർക്കുകൾ മികച്ച സേവനത്തോടെയും ഉത്തരവാദിത്തത്തോടെയും ചെയ്തു തരുന്ന സ്ഥാപനം. ജീപ്പുകളുടെ അപ്ഹോൾസ്റ്ററി വർക്കുകൾക്കായി പ്രത്യേക വിഭാഗം. കൂടുതൽ വിവരങ്ങൾക്ക് 9447 319961 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.